വിഷ് ഔട്ട്കം ഒബ്സ്റ്റാക്കിൾ പ്ലാൻ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് വൂപ്പ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനും പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യാനും ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ടെക്നിക്കാണ്. ഇത് ക്രിയേറ്റ് ചെയ്തത് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസറായിട്ടുള്ള ഗബ്രിയേലാണ്. ഇവരാദ്യം പോസിറ്റീവ് തിങ്കിങ്ങിനെ പറ്റിയിട്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോസിറ്റീവ് തിങ്കിങ് മാത്രം പോരാ നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ. ഓവറായിട്ട് ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളൊരു പക്ഷേ ആ ഫീലിംഗ് കൊണ്ട് തൃപ്തരാകും ആൻഡ് അത് റിയൽ ആക്കാനായിട്ടുള്ള ആക്ഷൻ എടുക്കണമെന്നില്ല. സോ എഫക്റ്റീവായിട്ട് ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി കമ്പൈൻ ചെയ്യണം. അപ്പോൾ അതാണ് വൂപ്പ് എന്ന് പറയുന്ന ടെക്നിക്ക് ആൻഡ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. സോ നമ്മൾ ഈ ടെക്നിക്ക് ഫോളോ ചെയ്താൽ അത് നമ്മളുടെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി തരും. പിന്നെ അതുപോലെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒബ്സ്റ്റാക്കിൾസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്താനും അതിനെ മറികടക്കാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്മളുടെ വിൽ പവർ സ്ട്രെങ്തൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ഈ ടെക്നിക്ക് മനസ്സിലാവണമെങ്കിൽ അതിനാദ്യം വേറെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം: മെൻ്റൽ കോൺട്രാസ്റ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ. മെൻ്റൽ കോൺട്രാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നു ആൻഡ് ദെൻ അത് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചലഞ്ചസ്, ഒബ്സ്റ്റാക്കിൾസ്, തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. സോ ഇങ്ങനെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ചിന്തിക്കുമ്പോൾ, അതായത് നിങ്ങൾ നേടാൻ ആഗ്രഹമുള്ള കാര്യത്തെക്കുറിച്ചും അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു ഫീലിംഗ് വരും. ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ അവിടെ എത്താനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാവും. അതാണ് മെൻ്റൽ കോൺട്രാസ്റ്റിംഗ്. ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇഫ് ദെൻ പ്ലാൻ ആണ്. അതായത് ഇപ്പോൾ എക്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായാൽ ദെൻ ഞാൻ വൈ എന്ന സംഭവം ചെയ്യും. ഇഫ് എക്സ് ഹാപ്പൻ ഐ വിൽ ഡു വൈ. സിമ്പിൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ എക്സ് എന്ന് പറയുന്നത് ഒരു നോവൽ എഴുതണം എന്നുള്ളതാണ് എന്ന് വിചാരിച്ചോ. സോ അതിന് വേണ്ട ബിഹേവിയർ അല്ലെങ്കിൽ വൈ എന്തായിരിക്കാം? രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഒരു കോഫി കുടിച്ച് 1 മണിക്കൂർ നേരത്തേക്ക് ഞാൻ എഴുതും. സോ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് നോക്കുക ആൻഡ് ദെൻ അതിന് വേണ്ട ആക്ഷൻ എന്താണെന്നുള്ളതും സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബിഹേവിയർ എന്താണെന്നുള്ളത് സെറ്റ് ചെയ്യുക. ഇപ്പോൾ മെൻ്റൽ കോൺട്രാസ്റ്റിംഗ് എന്താണെന്നും ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ എന്താണെന്നും മനസ്സിലായല്ലോ. ഇനി നമ്മളുടെ വൂപ്പ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സമ്മാണ്, രണ്ടും കൂടി കൂട്ടിച്ചേർക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വൂപ്പ് ടെക്നിക്കിൽ 4 സ്റ്റെപ്സ് ആണുള്ളത്: വിഷ്, ഔട്ട്കം, ഒബ്സ്റ്റാക്കിൾ ആൻഡ് പ്ലാൻ. ഫസ്റ്റ് സ്റ്റെപ്പ് വിഷ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത് സെറ്റ് ചെയ്യുക. നിങ്ങളൊരു ഡൊമെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഒരു ഏരിയ ചൂസ് ചെയ്യുക. ഏത് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗോളാണ്? ഹെൽത്ത് ആണോ, വർക്ക് ആണോ, ഫാമിലി ആണോ, എക്സെട്ര. ദെൻ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ആൻസർ ചെയ്യുക. ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എത്ര സമയം നിങ്ങൾക്കുണ്ട്? ഈ ഒരു ഡൊമൈനിൽ ആൻഡ് അവൈലബിൾ ആയിട്ടുള്ള ടൈം കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷ് എന്താണ്? നിങ്ങളെ ചലഞ്ച് ചെയ്യാനും അതേപോലെ അച്ചീവ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള വിഷ് ചൂസ് ചെയ്യുക. ആൻഡ് ഒന്നുകൂടി ചിന്തിക്കുക, ഇത് നിങ്ങൾക്ക് ശരിക്കും അച്ചീവ് ചെയ്യേണ്ടതാണോ ഓർ അതർ പ്രയോറിറ്റീസ് ഉണ്ടോ എന്ന്. ദെൻ നിങ്ങളുടെ വിഷ് എന്താണോ അത് 4 to 6 വേർഡ്സിൽ ഒന്ന് എഴുതി വയ്ക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ഔട്ട്കം ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ വിഷ് ഫുൾഫിൽ ചെയ്താൽ, അതായത് ആ ആഗ്രഹം നിങ്ങൾ സഫലമാക്കിയാൽ എന്തായിരിക്കും സംഭവിക്കാം? ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ്. ഈ വിഷ് ഞാൻ അച്ചീവ് ചെയ്താൽ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന ബെസ്റ്റ് കാര്യം എന്തായിരിക്കും? ഇത് ഫുൾഫിൽ ചെയ്താൽ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യും? ഹൗ ഡു ഐ ഫീൽ? അങ്ങനെ നിങ്ങളുടെ ഔട്ട്കം എന്താണെന്നുള്ളത് ഒരു 3 to 6 വേർഡ്സിൽ എഴുതി വയ്ക്കുക. ആൻഡ് ഈ ഔട്ട്കം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് ഒബ്സ്റ്റാക്കിൾ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെ തടസ്സങ്ങളാണ് ഞാൻ നേരിടേണ്ടി വരിക? ലൈക്ക് എൻ്റെ തോട്ട്സ്, ഫീലിങ്സ്, ബാഡ് ഹാബിറ്റ്സ്, ആക്ഷൻസ്, എക്സെട്ര. എന്തൊക്കെയാണ് ഈ വിഷ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് എന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒബ്സ്റ്റാക്കിൾസ് എന്തൊക്കെയാണ്? നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത് എന്തൊക്കെയാണ്? നിങ്ങളുടെ മുന്നിലുള്ള മെയിൻ ആയിട്ടുള്ള ഒബ്സ്റ്റാക്കിൾ എന്താണ്? സോ നിങ്ങളുടെ ഇന്നർ ഒബ്സ്റ്റാക്കിൾ ജസ്റ്റ് ഒരു 3 to 6 വേർഡ്സിൽ എഴുതുക. എന്നിട്ട് ഈ ഒബ്സ്റ്റാക്കിളും നന്നായിട്ട് ഇമാജിൻ ചെയ്യുക. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് പ്ലാൻ. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുക എന്നതാണ്. ഒരു ഇഫ് ദെൻ പ്ലാൻ. അതായത് എനിക്ക് എക്സ് എന്നൊരു ഒബ്സ്റ്റാക്കിൾ വരുമ്പോൾ ഞാൻ വൈ എന്ന കാര്യം ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് ആ ഒബ്സ്റ്റാക്കിൾ മാറ്റാനായിട്ട് പറ്റും. സോ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ വിഷ് എന്ന് പറയുന്നത് വർക്കൗട്ട് ചെയ്ത് നല്ല ബോഡി സെറ്റാക്കുക എന്നതാണ്. എൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഐ വാണ്ട് ടു ലുക്ക് ആൻഡ് ഫീൽ സ്ട്രോങ്. ആൻഡ് എൻ്റെ മെയിൻ ഒബ്സ്റ്റാക്കിൾ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണ്. ആൻഡ് അത് ഓവർകം ചെയ്യാനുള്ള പ്ലാൻ എന്ന് പറയുന്നത് നല്ലൊരു ജിം പാർട്ട്ണറെ സെറ്റാക്കുക എന്നതാണ്. സോ ഇത്തരത്തിൽ വൂപ്പ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. വിഷ്, ഔട്ട്കം, ഒബ്സ്റ്റാക്കിൾ ആൻഡ് പ്ലാൻ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.